പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഈ പുണ്യമായ ദിനത്തിൽ നമുക്കൊരു സ്വലാത്ത് പരിചയപ്പെടാം. ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്നത് 5 നേട്ടങ്ങളാണ്. അതിൽ ഒരു നേട്ടം ഞാനൊന്ന് പറയട്ടെ. നമ്മൾ മരിക്കുന്ന സമയത്ത് റൂഹിങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഉയർന്നു പോകുമ്പോൾ മുത്ത് നബി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്നാണ്. അള്ളാന്റെ റസൂല് മുന്നിൽ വന്ന് നിന്ന് നമുക്ക് കലിമ പറഞ്ഞു തരും. അത്രമാത്രം ഭാഗ്യം കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് മുറുകെ പിടിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും. ഏതാണ് ആ സ്വലാത്ത്? ഇന്ന് തന്നെ നമുക്ക് മനഃപ്പാഠമാക്കാം. കേട്ടു നോക്കൂ ഈ വീഡിയോ അവസാനം വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്വലാത്താണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് ചൊല്ലാൻ പോകുന്ന ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്, ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഒന്ന് മരണസമയം, അല്ലെ, എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ നമ്മുടെ മുന്നിൽ വരുമെന്നാണ്. മുന്നിൽ വന്നിട്ട് നമുക്ക് കലിമ പറഞ്ഞു തരും. നമ്മുടെ മുഖം മുത്ത് നബിയുടെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കും. നല്ല മരണമുണ്ടാകും. ഹൗദുൽ കൗസർ ആദ്യം വേഗത്തിൽ കുടിക്കാനുള്ള തൗഫീഖ്. ഇത്രമാത്രം വലിയ ശ്രേഷ്ഠത വേറൊരു സ്വലാത്തിനും പറയുന്നതായി കേട്ടിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന ഈ സ്വലാത്ത് മാത്രമല്ല, ഒരുപാട് ഉലമാക്കളും ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ ഒരുപാട് ആരിഫീങ്ങളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ഥിരമാക്കിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. നമ്മുടെ മൗലിദുകൾ നടക്കുന്നുണ്ട്. മൗലിദിൻ്റെ സദസ്സിൽ എല്ലാവരും പോവുക. കുട്ടികളുടെ പരിപാടികൾ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസകളിലൊക്കെ കുട്ടികളുടെ പരിപാടികൾ, കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുക. നമ്മുടെ മക്കളെ അതിലൊക്കെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് യാതൊരു തർക്കവുമില്ല, അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. സ്വലാത്ത് 1, 2, 3 അല്ല, ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഉണ്ടെന്നാണ്. ആയിരക്കണക്കിന് സ്വലാത്തുകൾ. ഓരോ മഹത്തുക്കളും അവർ വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇമാം ഷാഫി തങ്ങൾക്ക് മഹാനവറുകൾ എപ്പോഴും ചൊല്ലുന്ന ഒരു സ്വലാത്തുണ്ട്. മഹാനായ ഇമാം നവവി തങ്ങൾക്ക് മഹാനവറുകൾ ചൊല്ലുന്ന പ്രത്യേകമായ സ്വലാത്തുണ്ട്. മഹാനായ ഇമാം ഹനഫി തങ്ങൾക്ക് പ്രത്യേകമായ സ്വലാത്തുണ്ട്. ഇമാം ഗസാലി തങ്ങൾക്ക് പ്രത്യേകമായ സ്വലാത്തുണ്ട്. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് പ്രത്യേകമായ സ്വലാത്തുണ്ട്. റിഫായി ഷെയ്ഖിന് ചില സ്വലാത്തുണ്ട്. ഓരോ മഹത്തുക്കൾക്കും വ്യത്യസ്തമായ സ്വലാത്തുകളാണ്. അതായത് ആയിരക്കണക്കിന് സ്വലാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്ക് ഏത് സ്വലാത്ത് ചൊല്ലിയാൽ, സ്വലാത്ത് ഏത് ചൊല്ലിയാലും അത് കൂലിയാണ്. ഫാത്തിഹ നമുക്ക് ഒന്നേ ഉള്ളൂ. ഫാത്തിഹയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി ചോദിച്ചാൽ ഫാത്തിഹയാവൂല. എന്നാൽ സ്വലാത്ത് അത് ഏത് രൂപത്തിൽ ചൊല്ലിയാലും സ്വലാത്തിന്റെ കൂലി വമ്പൻ പ്രതിഫലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനി ശേഷം പറയാം. ഞാൻ പറയുന്നത്, നമുക്ക് അറിയാവുന്ന, നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന, നമുക്കറിയാവുന്ന ഏത് സ്വലാത്താണോ, നമ്മുടെ നാവിൽ വേഗത്തിൽ വരുന്ന സ്വലാത്ത് ഏതാണോ. ചില ആളുകൾക്ക് ഞാരിയത്ത് സ്വലാത്തിനോടായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഇബ്രാഹിമിയ സ്വലാത്തിനോടായിരിക്കും, ചില ആളുകൾക്ക് സ്വലാത്തുൽ ഫാത്തിഹയോടായിരിക്കും, ചില ആളുകൾക്ക് സ്വലാത്തു തിബ്ബിനോടായിരിക്കും. അങ്ങനെ പല പല സ്വലാത്തുകളാണ് പല ആളുകളും ചൊല്ലുന്നത്. നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത് ഏതാണോ അത് നമുക്ക് പറയാം. ഞാൻ പഠിച്ച ജാമിയ മന്നാനിയ അറബിക് കോളേജിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആകുന്ന, ഞങ്ങളുടെ എല്ലാവരുടെയും ശൈഖുന മഹാനായ നൂറുൽ ഉലമ KP അബൂബക്കർ ഹസ്രത്ത് അവറുകൾ, മഹാനവറുകൾ എപ്പോഴും സ്വലാത്ത് ചൊല്ലും. എപ്പോഴും തസ്ബീഹ് ഇങ്ങനെ കയ്യിലുണ്ടാകും, എപ്പോഴും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലും. അപ്പോൾ ഏത് ഈ മഹത്തുക്കളാ വലിയ ആളുകളൊക്കെ വ്യത്യസ്ത വെറൈറ്റി സ്വലാത്തുകളായിരിക്കുമല്ലോ ചൊല്ലാറുണ്ടാവുക. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഉസ്താദ് ഏത് സ്വലാത്താണ് ചൊല്ലാറുള്ളത്? എന്തെങ്കിലും പുതിയൊരു വെറൈറ്റി സ്വലാത്ത് കിട്ടിയാൽ അത് നമുക്കൊരു അത് പഠിച്ചെടുക്കാനും അത് ചൊല്ലാനും നമുക്കൊരു ആവേശമാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ തന്നെ വെറൈറ്റി സ്വലാത്തുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. ഒരു വെറൈറ്റി സ്വലാത്തുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉസ്താദിനോട് ചോദിച്ചു, ഏതെങ്കിലും വെറൈറ്റി സ്വലാത്താണോ എന്ന് അറിയാൻ വേണ്ടി, ഉസ്താദ് ഏതാ സ്വലാത്ത് ചൊല്ലുന്നത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞത്, നമുക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ സ്വലാത്താ ചൊല്ലുന്നതെന്ന് ഉസ്താദ് വളരെ സൗമ്യമായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് പറ്റുന്ന ഏത് സ്വലാത്താണോ അത് ചൊല്ലാം.
ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി സ്വലാത്താണ്. വെറൈറ്റി സ്വലാത്ത് അന്വേഷിക്കുന്നവരെ നിങ്ങൾക്ക് പറ്റിയൊരു സ്വലാത്താണ്. മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ സയ്യിദ് അഹമ്മദ് ദഹ്ലാൻ തങ്ങൾ പോലത്തെ മഹത്തുക്കൾ ഈ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട്. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 5 ശ്രേഷ്ഠതകൾ, 5 പ്രതിഫലങ്ങൾ കിട്ടുമെന്നാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മരണസമയം നമ്മുടെ അടുക്കൽ വരുമെന്നാണ്. മുത്ത് റസൂൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് ആ മുത്തായ റസൂലിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി മാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നബിയെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ആ ഒരു രസത്തിലും സുഖത്തിലും ഇങ്ങനെ മരിക്കാൻ പറ്റുമെന്നാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണമായിരിക്കും. മൂന്നാമത്തേതോ, സ്വപ്നത്തിൽ നബി തങ്ങളെ കാണാം. ഈ റബീഉൽ അവ്വലിൽ സ്വപ്നത്തിൽ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ സ്വലാത്ത് മുറുകെ പിടിക്കണേ. നാലാമത്തേത്, ആദ്യം ഹൗദുൽ കൗസറിൽ നിന്നും ആ പാനീയം ഇങ്ങനെ കുടിക്കാനുള്ള തൗഫീക്ക് കിട്ടുമെന്നാണ്. അഞ്ചാമത്തേത്, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഈ ഒരു സ്വലാത്ത് 300 പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിയാൽ, സാധാരണ ദിവസം ഒരു 10 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് അവൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ അള്ളാഹു കൊടുക്കൂ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും നന്മകൾ ഇങ്ങനെ ഇരട്ടിയാക്കി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ 5 വമ്പൻ പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്നത്. ഇനി ഏതാണ് ആ സ്വലാത്ത് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നേതാവായ നിന്റെ ഹബീബായ ഉമ്മിയായ ഉന്നതമായ സ്ഥാനമുള്ള വണ്ണമായ ഖദറുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അനുചരന്മാർക്കുമെല്ലാം നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലി അൽ ഖദറിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നുമെങ്കിലും ഒന്ന് എഴുതിയെടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ, അത് നമുക്ക് മനഃപ്പാടമാക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു 33 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബി الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي
ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക. വമ്പൻ പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞ് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തുകൾ ജീവിതത്തിൽ നിത്യമാക്കുക. ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും കുറഞ്ഞതൊരു 11 പ്രാവശ്യം. നമുക്കിപ്പോൾ ഒരു വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 3 പ്രാവശ്യം സ്വലാത്ത് നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ 15 സ്വലാത്തായില്ലേ ഒരു ദിവസം. ഒരു ദിവസം ഒരു 10 സ്വലാത്ത് പറഞ്ഞാൽ തന്നെ വമ്പൻ നേട്ടങ്ങളാണ്.
അതുകൊണ്ട് ഒരു 15 സ്വലാത്ത് അല്ലെങ്കിൽ 33 കഴിയുന്നത് പോലെ 100, 101, 300 ഒക്കെ സ്വലാത്ത് ഒരു ദിവസം ചൊല്ലാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. അതൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ അമലുകൾ പലപ്പോഴും പല ആളുകൾക്കും വീതിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ആർക്കും കൊടുക്കേണ്ടാത്ത ഒരു അമലാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലിയാൽ അത് ചൊല്ലിയവനുള്ളതാണ്. ഞാനൊരു സ്വലാത്ത് പറഞ്ഞാൽ അത് എനിക്കുള്ളതാണ്. ഞാൻ എത്ര ആരെ കുറ്റം പറഞ്ഞാലും ഈ സ്വലാത്ത് ഞാൻ വീതിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പൊളിഞ്ഞു പോകാത്ത അമലാൻ, ഒരിക്കലും പൊളിഞ്ഞു പോവാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്താണ്. ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക, നിത്യമാക്കുക. അള്ളാഹു നമുക്ക് ഈ സ്വലാത്ത് പറഞ്ഞ് സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറയുന്നുണ്ടോ, കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ, എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, അങ്ങനെ ഒരുപാട് പ്രയാസത്തിലും പ്രശ്നത്തിലും പെട്ടുപോകുന്നവരുണ്ട്. രോഗികളായ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ ഈ മാസത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറുകളും നൽകട്ടെ. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും നല്ല സ്വലാഹിയത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.